ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലീലാശ്ശേരി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് കൊണ്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കാം. ചെറിയ ഉള്ളി വൃത്തിയാക്കി എടുക്കുന്ന അത്രയും താമസം മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതിൻ്റെ രുചിയെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര ടേസ്റ്റാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നമുക്ക് ഈ കറി കഴിക്കാവുന്നതാണ്. അത്ര ടേസ്റ്റാണ്. അതിനായിട്ട് ഒരു 1/2 കപ്പ് തോരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് നല്ലപോലെ 3 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇവിടെ ഇട്ട് നന്നായിട്ട് ഇളക്കി 2 വിസിൽ വരുന്നത് വരെ നമുക്ക് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കുക. 2 വിസിൽ വരുമ്പോൾ ഇത് വെന്ത് കിട്ടും. പിന്നെ വേണ്ടുന്നത് തക്കാളി, ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. പിന്നെ തക്കാളി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൽ 3 കാണിച്ചിട്ടുള്ളൂ. 4 തക്കാളി എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി വൃത്തിയാക്കി എടുത്ത് കഴുകിയതാണ്. പിന്നെ വേണ്ടുന്നത് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് വൃത്തിയാക്കിയ ചെറിയ ഉള്ളി കട്ട് ചെയ്യുന്നു വേണ്ട, അതേപോലെ മുഴുവനെയും ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിവിടെ ഇരുന്നുകൊണ്ട് എടുക്കുന്നേ ഉള്ളൂ. ഉരുളക്കിഴങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, ഉള്ളി മാത്രം മതി. ഞാനിവിടെ ഇരുന്നത് കൊണ്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടെന്നേ ഉള്ളൂ. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കട്ട് ചെയ്തത്, കറിവേപ്പില, അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വയ്ക്കുക. ഇടയ്ക്ക് അത് തുറന്ന് നോക്കണം, അല്ലെങ്കിൽ മൂട്ടിപ്പിടിക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുമാതിരി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത്, തക്കാളി നല്ലപോലെ വേവണമൊന്നുമില്ല, വെന്തുടയൊന്നും വേണ്ട, ഒന്ന് സോർട്ടായി വന്നാൽ മതി. അത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വെന്തുടയേണ്ട തക്കാളി ഇതേപോലെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ സാമ്പാർ പൊടി, ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച സാമ്പാർ പരിപ്പ് 2 വിസിലുണ്ട്, അതിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്നും ഉണ്ടാക്കിയതാണ്, അത്ര ടേസ്റ്റാണ്. പിന്നെ ഇതിൽ വെള്ളമില്ല, അതിന് ചൂടുവെള്ളമാണ് ഉള്ളത്. ഏത് കറി നമ്മൾ ഉണ്ടാക്കിയാലും പച്ചവെള്ളം ചേർക്കാതെ ചെറിയൊരു ചൂടുവെള്ളം ചേർത്ത് ആ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ആവശ്യത്തിന് ചൂടുവെള്ളം കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ കുറവുണ്ടായിരുന്നു, അപ്പോൾ അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാർ പരിപ്പ് വേവിച്ചപ്പോഴൊക്കെ ഉപ്പ് ചേർത്തിരുന്നു. അടച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിന് ശേഷം 1 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പം നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് വറുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. പിന്നെ വേണ്ടുന്നത് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. അതൊന്ന് പകുതി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 മുളക്
കട്ട് ചെയ്തതാണ്. അതും ചേർത്ത് അവസാനം നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കറിവേപ്പിലയും മൂത്ത് വരുമ്പോൾ ഇതായി ചേരും. നമുക്കിത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റാണ്. പച്ചക്കറിക്കൊക്കെ വില കൂടുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി ഇത് 2 ദിവസം ഞാൻ വെച്ചിരുന്നു കറി കൂട്ടി. അത്ര ടേസ്റ്റായിരുന്നു. ഇതെന്ന് വെച്ചാൽ ഇത് തലേ ദിവസം അരി കുതിർത്ത് 2 ടേബിൾ സ്പൂൺ ചോറും കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ആട്ടിയെടുത്തതാണ്. ഇതിൽ ഉഴുന്നൊന്നും ആവശ്യമില്ല. ഉഴുന്നൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. തലേന്ന് ആട്ടി വെച്ച് പിറ്റേന്നെടുത്ത് ചുട്ടെടുക്കുന്നതാണ്. തേങ്ങയും 2 ടേബിൾ സ്പൂൺ ചോറും പച്ചരിയാണ് ആകെ എടുത്തത്. പിന്നെ സോഡാപ്പൊടി അല്പം ഉപ്പും കൂടെ രാവിലെ ചേർത്താണ് ഇത് ചുട്ടെടുത്തത്. നല്ല ടേസ്റ്റാണ്. സാമ്പാറും കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.